മുല്ലവള്ളിയും തേന്മാവും എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ സപ്പോർട്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഒന്ന് റീച്ചാക്കി തരണേ പ്ലീസ്. അളകനന്ദ ഇപ്പോഴും അഭിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. കൂടെ അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ട്. ഡേവിഡിന് ആ കാഴ്ചയിൽ വല്ലാത്ത മരവിപ്പായിരുന്നു. അഭിമന്യു ഡേവിഡിനെ ഒന്ന് നോക്കി. അന്നേരം അവൻ്റെ ചുണ്ടിൽ പരിഹാസച്ചിരിയായിരുന്നു. നന്ദേ, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ വന്നതാ, അഭി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ വരില്ലേ എൻ്റെ കൂടെ? അഭി എടുത്ത് ചോദിച്ചു. അവൾ ഒന്നും ചിന്തിക്കാതെ അതേ എന്ന് തലയാട്ടി. അല്ലെങ്കിലും നന്ദയ്ക്ക് ഇനി എന്ത് ചിന്തിക്കാനാണ്? തൻ്റെ പ്രണയമാണ് മുന്നിൽ നിന്ന് വിളിക്കുന്നത്. അവന് വേണ്ടിയാണ് പ്രാണൻ പോലും നഷ്ടപ്പെടുത്താൻ നന്ദ തയ്യാറായതുപോലും. നന്ദ ഒരടി മുന്നോട്ട് വെച്ചതും അതുവരെ നിശബ്ദനായിരുന്ന ഡേവിഡ് പൊടുന്നനെ അവളുടെ മുന്നിലേക്ക് കയറി നിന്നു. എങ്ങോട്ടാ? അവൻ്റെ സ്വരം മുറുകിയിരുന്നു. നന്ദ ആദ്യമായി കാണുന്ന പോലെ ഡേവിഡിനെ നോക്കി. അത്രമേൽ ആ മുഖം ചുവന്നു പോയിരിക്കുന്നു. അവൻ്റെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകിയിരിക്കുന്നു. ഡേവിഡ്, മാറി നിൽക്കാൻ നോക്ക്. അവളെ കൂട്ടിക്കൊണ്ടു പോവാനാണ് ഞാൻ വന്നതെങ്കിൽ അത് കൊണ്ടുപോയിരിക്കും, അഭിമന്യു വെല്ലുവിളിയോടെ പറഞ്ഞു. പക്ഷെ ഡേവിഡ് തിരിഞ്ഞ് അഭിയെ ഒന്ന് നോക്കുക കൂടെ ചെയ്തില്ല. നന്ദയിലാണ് അവൻ്റെ നോട്ടം അത്രയും. അവളുടെ മറുപടിയാണ് അവന് കേൾക്കേണ്ടതും. അത് നന്ദക്കും മനസ്സിലായി. എനിക്ക് പോവണം ഡേവിഡ്, നന്ദ അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. പറ്റില്ല, വിടത്തില്ല ഞാൻ. എങ്ങോട്ടാ നീ ഇനിയും ചെന്ന് കയറി കൊടുക്കുന്നേ? മരണത്തിലേക്കോ? ഡേവിഡ് ചോദിക്കുക അല്ലായിരുന്നു, അലറുകയായിരുന്നു. ആ വലിയ വീടിൻ്റെ ഭിത്തികൾ പോലും ആ അലർച്ചയിൽ വിറച്ചുപോയി. പിന്നെ നന്ദ വിറക്കാതെ ഇരിക്കുമോ? നന്ദയും വിറച്ചു, ആലില പോലെ വിറച്ചു. പൊടുന്നനെ അഭി ഡേവിഡിനും നന്ദക്കും ഇടയിലേക്ക് അങ്ങ് കയറി നിന്നു. നന്ദ അഭിയുടെ പുറകിലേക്ക് മുഴുവനായും മറഞ്ഞു നിന്നുകൊണ്ട് അവൻ്റെ ഷർട്ടിൻ്റെ തുമ്പിൽ പിടിമുറുക്കി. ഇവളെ തടഞ്ഞു വെക്കാൻ നിനക്ക് ഒരു അധികാരവുമില്ല ഡേവിഡ്, അഭി ഡേവിഡിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അധികാരവും അവകാശവും നിനക്കുമില്ലല്ലോ അഭി, ഡേവിഡ് അവനെ പുച്ഛിച്ചു. ആര് പറഞ്ഞു ഇല്ലെന്ന്? അഭി നന്ദയുടെ കൈ പിടിച്ച് മുന്നിലോട്ട് വലിച്ചു നിർത്തി. അഭി മുറുകെ പിടിച്ച നന്ദയുടെ കൈഭാഗം അന്നേരം വല്ലാതെ വേദനിച്ചു പോയിരുന്നു. നന്ദേ, നീ പറഞ്ഞു കൊടുക്ക് ഡേവിഡിന് ഞാൻ നിന്റെ ആരാണെന്ന്, എന്താണ് എനിക്ക് നിന്റെ മേലുള്ള അധികാരമെന്ന്, അവളെ പിടിച്ചുലച്ചുകൊണ്ട് അഭി പറഞ്ഞു. അപ്പോഴേക്കും അകത്തു നിന്നും റോസുവും ജെറിയും വന്നിട്ടുണ്ടായിരുന്നു. എന്താടി മൂങ്ങയെ പോലെ നിൽക്കുന്നേ? ആ പൂങ്കണ്ണീര് തുടച്ചു കളഞ്ഞ് പറഞ്ഞു കൊടുക്ക് ഞാൻ ആരാണെന്ന്, അഭി അവൾക്ക് നേരെ ചീറി. ഡേവിഡ് മുഷ്ടി ചുരുട്ടി ദേഷ്യത്തോടെ നിന്നുപോയി. അഭി തനിക്ക് ആരുമല്ല എന്നും താൻ അവൻ്റെ കൂടെ പോവില്ല എന്നും നന്ദ പറയാനാണ് ഡേവിഡ് കാത്തു നിൽക്കുന്നത്. അങ്ങനെ നന്ദ പറഞ്ഞാൽ പിന്നെ അഭിയെ ചോര തുപ്പിച്ചേ ഇവിടെ നിന്ന് വിടൂ എന്ന് ഡേവിഡ് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഡേവിഡ്, അഭിമന്യു എൻ്റെ കഴുത്തിൽ താലി ചാർത്തിയവനാണ്. ഈ ലോകത്ത് നന്ദ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും അഭിയെയാണ്, നന്ദ മിഴികൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. അഭിയുടെ ചുണ്ടിൽ ഗൂഢമായ ഒരു വിജയച്ചിരി വിരിഞ്ഞു വന്നു. നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഈ ചെറ്റ തന്നെയല്ലേ നിന്റെ താലി അറുത്തത്, നിന്നെ പെരുവഴിയിൽ ഉപേക്ഷിച്ചത്? ഇപ്പോൾ നിന്നെ കൊണ്ട് പോകുന്നത് വളർത്താനാണോ അതോ കൊല്ലാനാണോ എന്ന് നിനക്ക് വല്ല നിശ്ചയവുമുണ്ടോ നന്ദേ? ഡേവിഡ് ഉറക്കെ ഒച്ചയെടുത്തു. എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. പക്ഷേ അഭിമന്യു വന്ന് വിളിച്ചാൽ ഏത് നരകത്തിലേക്കും ഞാൻ പോവും, നന്ദ മുഖം പൊത്തി കരഞ്ഞുപോയി. ഡേവിഡ് വേവുന്ന ഹൃദയത്തോടെ അവളെ തന്നെ നോക്കി. അവളുടെ കൈക്ക് മുകളിൽ മുറുകെ പിടിച്ചിരുന്ന അഭിയുടെ കൈ പൊടുന്നനെ അയഞ്ഞുപോയി. എന്തോ ഇതുവരെ തോന്നാത്ത ഒരു കുറ്റബോധം നന്ദയുടെ ആ വാക്കുകളിൽ അഭിയുടെ ഹൃദയത്തിലും ഉടലെടുത്തു. കൊണ്ടുപോയി കൊല്ലാനാണെങ്കിൽ പോലും താൻ വന്ന് വിളിച്ചാൽ ഏത് നരകത്തിലോട്ടും വരുമെന്ന് ഇതാ ഒരു പെണ്ണ് പറയുന്നു. അപ്പോൾ അത്രമേൽ അവൾക്ക് തന്നെ ഇഷ്ടമായിരിക്കുമോ? അഭി പകപ്പോടെ ഡേവിഡിനെ ഒന്ന് നോക്കി, ചുറ്റും ഒന്ന് നോക്കി. പണം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഡേവിഡ് തന്നെക്കാൾ എത്രയോ അടി മുന്നിലാണ് ഇപ്പോൾ എന്ന് അഭിക്ക് നന്നായിട്ടറിയാം. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നന്ദക്കും അത് ബോധ്യപ്പെട്ട് കാണും. എന്നിട്ടും എന്തിനാണ് ഡേവിഡിനെ പോലെ ഒരുത്തനെ അവൾ തഴഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ വരാൻ തയ്യാറാവുന്നത്? അത്രമേൽ അവൾക്ക് നിന്നെ ഇഷ്ടമാണ് അഭിമന്യു എന്ന് ഉള്ളിലിരുന്ന് ആരോ അവനെ കുറ്റപ്പെടുത്തി കളഞ്ഞു. അഭിയുടെ ജീവിതത്തിൽ ആദ്യമായി നന്ദയെയും നിമിഷയെയും അവൻ ഒരു തുലാസിൽ അളന്നു നോക്കി. നന്ദക്ക് തന്നെയായിരുന്നു അതിൽ മുൻതൂക്കം. അഭി തൻ്റെ ഉള്ളിൽ കുമിഞ്ഞു കൂടുന്ന കുറ്റബോധത്തിൻ്റെ കണികകളെ തലവെട്ടിച്ചുകൊണ്ട് ഒന്ന് കാറ്റിൽ പറത്തിവിട്ടു. അഭിക്ക് ഇപ്പോൾ അവൻ്റെ വാശിയാണ് വലുത്. കുറ്റബോധവും പേറി നിന്നാൽ ആ വാശി നടക്കില്ല എന്ന് അവന് നല്ലതുപോലെ അറിയാം. അഭി ഡേവിഡിനെ ഒന്ന് നോക്കി. നേരത്തെ കണ്ട ആവേശം ഇപ്പോൾ ഡേവിഡിൻ്റെ മുഖത്തില്ല. നന്ദയുടെ മറുപടിയിൽ അവൻ്റെ ഹൃദയം മുറിപ്പെട്ടിരിക്കുന്നു.
അഭി നന്ദയുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടക്കവേ ഒരിക്കൽ കൂടെ ഡേവിഡ് അവളുടെ കൈത്തണ്ടയിൽ പിടിമുറുക്കി. ഒന്നും പറഞ്ഞില്ലെങ്കിലും പോവല്ലേ നന്ദേ എന്ന അർത്ഥത്തിൽ ദയനീയമായ ഒരു നോട്ടം നോക്കി ഡേവിഡ് അവളെ. പൊടുന്നനെ അഭി അവൻ്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് നോട്ടുകൾ എടുത്ത് അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു. നിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും 1-2 നേരം ഭക്ഷണം തന്നതുമെല്ലാം അവനല്ലേ. ദേ ഇതുകൂടെ കൊടുത്ത് അവൻ്റെ കടം അങ്ങ് തീർത്തോ. ഇനി തേടി വരരുത് എന്നുകൂടെ പറഞ്ഞേക്ക്. അഭി നന്ദയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അഭി കീ കൊടുത്താൽ ചലിക്കുന്ന പാവയെ പോലെയായിരുന്നു നന്ദ അന്നേരം. അവൻ പറഞ്ഞ പോലെ അവൾ ഡേവിഡിൻ്റെ കൈ നീട്ടിപ്പിടിച്ച് അതിലേക്ക് ആ പണം വെച്ച് കൊടുത്തു. ഇനി എൻ്റെ പിന്നാലെ വരരുത്. അത് പറയുമ്പോൾ നന്ദയുടെ സ്വരം താഴ്ന്നുപോയി. ഡേവിഡ് ആ നിമിഷം സർവം തകർന്നവനെ പോലെ നിന്നുപോയി. എത്രയോ കാലങ്ങൾക്കിപ്പുറം ആരെയും കൂസാത്ത ആ തെമ്മാടി ചെറുക്കൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. അഭി വണ്ടി നിമിഷയുടെ വീടിൻ്റെ മുറ്റത്ത് നിർത്തി. നന്ദ പകപ്പോടെ അവനെ ഒന്ന് നോക്കി. അവന് തന്നോട് സ്നേഹമൊന്നുമില്ല എന്ന് നന്ദക്ക് നന്നായിട്ടറിയാം. പക്ഷേ എന്നാലും അവൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകും എന്നാണ് നന്ദ കരുതിയിരുന്നത്. നന്ദ അവനെ മിഴിച്ചു വെച്ച് നോക്കി. ഇറങ്ങ്. അഭിക്കെന്തോ നന്ദയുടെ വിളറി വെളുത്ത മുഖം കണ്ടപ്പോൾ ഉള്ളിൽ ഒരു കൊളുത്തൽ. നന്ദ പതിയെ കാറിൽ നിന്നും ഇറങ്ങി. മുന്നിൽ നിൽക്കുന്ന നിമിഷയിലേക്കാണ് ആദ്യം നന്ദയുടെ കണ്ണുകൾ ഉടക്കിയത്. അവളുടെ മുഖത്തെ ആ വിജയച്ചിരി നന്ദയുടെ ഉള്ളു പൊള്ളിച്ചു. അതെ, നിമിഷ നല്ല സന്തോഷത്തിൽ തന്നെയായിരുന്നു. ഇനിയും ചവിട്ടി അരക്കാൻ കിട്ടുകയല്ലേ നന്ദയെ. നന്ദേ, നീ എങ്ങോട്ട് പോയേ? ഞാൻ എന്തോരം സങ്കടപ്പെട്ടെന്നോ. നിമിഷ സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. അതല്ലെങ്കിലും അഭിയുടെ മുന്നിൽ വെച്ച് നന്ദയോട് നിമിഷ ഇങ്ങനെ തന്നെയാണ് പെരുമാറൽ. സ്നേഹം വകഞ്ഞൊഴുകും അവളുടെ ഓരോ വാക്കിലും. നന്ദ ഒന്നും മിണ്ടിയില്ല. അവൾ അന്നേരവും അഭിയെ തന്നെ ആയിരുന്നു നോക്കിയിരുന്നത്. അഭിയുടെ വീട്ടിൽ ഒരു വേലക്കാരിയായി നിൽക്കുകയാണെങ്കിൽ പോലും നന്ദക്ക് അതൊരു പ്രശ്നമല്ല. പക്ഷെ അതുപോലെയല്ല നിമിഷയുടെ ഒപ്പം. അവൾക്ക് നിമിഷയെ പേടിയാണ്. ചെറിയ പേടിയൊന്നുമല്ല, വലിയ ഭയം. തരം കിട്ടിയാൽ ദേഹം നോവിക്കാൻ പോലും നിമിഷ മടിക്കാറില്ല. കണ്ണു നിറച്ച് തന്നെ നോക്കി നിൽക്കുന്ന നന്ദയെ കാണുമ്പോൾ എന്തോ ഉള്ളിലൊരു സങ്കടം തോന്നുന്നു അഭിക്ക്. അവൾ ഡേവിഡിനോട് പറഞ്ഞ കാര്യങ്ങളാണ് മനസ്സ് നിറയെ. ഇന്നേ വരെ നന്ദ അഭിയോട് ഇഷ്ടം പറഞ്ഞു ചെന്നിട്ടില്ല. നന്ദയുടെ നോട്ടത്തിൽ നിന്നും ചില നേരത്തെ പ്രവർത്തികളിൽ നിന്നും അഭി അത് ഊഹിച്ചെടുക്കുകയായിരുന്നു. ഒപ്പം നിമിഷയും പറഞ്ഞിട്ടുണ്ട് താൻ നിമിഷയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തരം കിട്ടിയാൽ നന്ദ നിമിഷയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമെന്ന്. അതൊക്കെ കൊണ്ടാണ് അഭിക്ക് അവളോട് ഇത്രയും ദേഷ്യം. പക്ഷേ ഇന്ന് അവൾ ഡേവിഡിനോട് പറഞ്ഞ വാക്കുകൾ അത് അഭിയെ ഒന്നാകെ പിടിച്ചുലച്ചിരിക്കുന്നു. നന്ദ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? അഭി തന്നെ മാത്രം നോക്കി നിൽക്കുന്നവളോട് ഇത്തിരി ശബ്ദം മയപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു. ആ ചോദ്യത്തിൽ നന്ദയും നിമിഷയും ഒരുപോലെ ഞെട്ടി. കാരണം അവൻ ഇന്നേ വരെ നന്ദയോട് സൗമ്യതയോടെ ഒന്ന് സംസാരിച്ചിട്ട് പോലുമില്ല. നന്ദ ഒന്നും മറുപടി പറഞ്ഞില്ല. പക്ഷേ നന്ദയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന നിമിഷയുടെ കൈ അവളുടെ തോളിലൊന്ന് മുറുകി. അവളുടെ നീളൻ നഖങ്ങൾ തോളിൽ തടഞ്ഞു കയറിയപ്പോൾ നന്ദക്ക് നൊന്തു. നന്ദ വേദനയോടെ ചുമലൊന്ന് വെട്ടിക്കാൻ ശ്രമിക്കവേ നിമിഷ ഒന്നുകൂടെ ഇറുക്കെ പിടിച്ചുകൊണ്ട് അവളെ തനിക്കരികിലേക്ക് നീക്കി നിർത്തി. വിശക്കുന്നുണ്ടോ നന്ദേ? വാ, ഞാൻ ഫുഡുണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുഖത്തൊട്ടിച്ച ചിരിയോടെ നിമിഷ പറഞ്ഞു. അഭി പൊയ്ക്കോ, നാളെ ഞാൻ അങ്ങോട്ട് വരാം, അന്നേരം കാണാൻ കേട്ടോ, നിമിഷ അഭിയോട് പറഞ്ഞു. അഭി ഒന്ന് മൂളിക്കൊണ്ട് നിമിഷയോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോഴും പലവട്ടം അവൻ്റെ നോട്ടം നന്ദയിലേക്ക് പാറി വീണു. നിമിഷ അത് ശ്രദ്ധിക്കുകയും ചെയ്തു. എന്താടി, 1-2 മണിക്കൂർ അടുത്തിരുന്നപ്പോഴേക്കും അവന് നിന്നോടൊരു ചാഞ്ചാട്ടം. നീ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് അവനെ മയക്കിയെടുത്തോ? ചോദിക്കുന്നതിനൊപ്പം അവൾ നന്ദയുടെ കൈത്തണ്ടയിലേക്ക് ഒരു അടി വെച്ചു കൊടുത്തു. നന്ദ വിതുമ്പിക്കരഞ്ഞുപോയി. നീ ഇന്നലെ മുതൽ എവിടെയായിരുന്നു? നിമിഷ അവൾക്ക് നേരെ മുരണ്ടു. നന്ദ അപ്പോഴും കരയുകയാണ്. പൊടുന്നനെ നിമിഷ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. പറയടി. ഡേവിഡിൻ്റെ വീട്ടിൽ, നന്ദ പതിയെ പറഞ്ഞു. ഏത് ഡേവിഡ്? നിമിഷയുടെ നെറ്റി ചുളിഞ്ഞു. നമ്മളുടെ ഒപ്പം പഠിച്ചിരുന്നില്ലേ, ഡേവിഡ് ഫ്രാൻസിസ്. നന്ദ ആ പേര് പറയവേ നിമിഷയുടെ കൈ അയഞ്ഞുപോയി. അവളുടെ കണ്ണുകൾ ഒന്ന് വികസിച്ചു. തുടരും സൂര്യകാന്തി. എനിക്കറിയാം പാർട്ട് ചെറുതാണെന്ന്, പക്ഷേ ഡെയിലി ഇടുന്ന പാർട്ടായതുകൊണ്ടാണ് ഇത്രേ എഴുതാൻ സാധിക്കുന്നുള്ളൂ. ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. താങ്ക് യു.